നമസ്കാരം സാർ. സാർ നമസ്കാരം. സാറ് ഭയങ്കര സ്ട്രിക്റ്റാ. നമസ്കാരം ഒന്നും ഇഷ്ടമല്ല. ഏതവനാടോ ഇതിന്റെ ഉടമസ്ഥൻ? ഈ നമസ്കാരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് സാർ. ഇതൊരു വീടാണോ മിസ്റ്റർ? പാർലമെന്റ് മന്ദിരം ഇത്രയും വരില്ലല്ലോ. എത്ര പേർക്ക് താമസിക്കാനാണ് ഈ വീട്? 500 പേർക്കോ 1000 പേർക്കോ? പറയൂ സാർ, കോർപ്പറേഷൻ അപ്രൂവ് ചെയ്ത പ്ലാൻ അനുസരിച്ചാണ് ഞാൻ വീടുണ്ടാക്കിയിരിക്കുന്നത്. ഓ, എന്ന് വെച്ചാൽ ATPO ഞാൻ ഇതൊന്നും അന്വേഷിക്കാൻ പാടില്ലെന്ന്. ഓക്കെ, അന്വേഷിക്കുന്നില്ല. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് ഇയാളങ്ങ് വന്നേക്ക്. തർക്കുത്തരം പറഞ്ഞ് സാറിനെ വെറുതെ ശുണ്ഠി പിടിപ്പിക്കേണ്ട. തോലച്ച് കളയും. സോറി പറ, സോറി പറ. സോറി സാർ. എന്ത് സോറി? ഞാനിവിടെ ചാർജ് എടുത്തതിന് ശേഷമായിരുന്നെങ്കിൽ ഈ പ്ലാൻ ഞാൻ അപ്രൂവ് ചെയ്യില്ലായിരുന്നു. അന്തി ഉറങ്ങാൻ ഒരു കൂരയില്ലാതെ കോടിക്കണക്കിന് ആളുകൾ നരകിക്കുന്ന ഒരു നാട്ടിലാണ് തൻ്റെ ഈ വീടെന്ന് പറയുന്ന ആഭാസം. പാവപ്പെട്ടവനും ചായ ഗ്ലാസ് കഴുകാൻ വെള്ളമില്ല. അപ്പോഴാണ് ഇയാളുടെ സ്വിമ്മിംഗ് പൂള്. ടെറസിൽ മഴവെള്ള സംഭരണി റെഡിയായോ? അത് മഴക്കാലം വരുന്നതിന് മുമ്പ് ശരിയാക്കും സാർ. മഴ വരുന്നത് ഇയാളോട് ചോദിച്ചിട്ടാണോ? ഒരു വിധത്തിലും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഏറ്റവും മുകളിൽ ഗ്രാവൽ, പിന്നെ ചാർക്കോൾ, പിന്നെ മണൽ, വീണ്ടും ഗ്രാവൽ, പിന്നെ നെറ്റ്. അങ്ങനെ വേണം വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ. ആ അറ്റത്തെ ഒന്ന് പിടിക്കാൻ. ആ അറ്റത്തെ ഒന്ന് പിടിക്കാൻ. താഴെ കൃത്യമായി ചേർത്ത് പിടിക്കണോ? ഓഹോ ഹോ, പ്ലാനിൽ 38 അടി, കെട്ടിയിരിക്കുന്നത് 40 അടി. ഈ ചുമര് മൊത്തം പൊളിക്കണം, എന്നിട്ട് 2 അടി അകത്തോട്ട് കെട്ടണം. സാർ, എനിക്ക് കണക്കുകളൊന്നും അറിയില്ല. ഞാൻ കോൺട്രാക്ട് കൊടുത്തപ്പോ ഒന്നും പറയണ്ട. വയലേഷൻ ഒരു വിധത്തിൽ ഞാൻ സമ്മതിക്കില്ല. കൊളമാക്കിയല്ലേ. പൂജാമുറിയോ? ഇവിടെ ബാത്റൂം അല്ലേ? പൂജാമുറി അവിടെ അല്ലേ? ആ പൂജാമുറി ഇപ്പൊ ബാത്റൂം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും സാർ. സാർ ക്ഷമിക്കണം. വാസ്തുശാസ്ത്രജ്ഞർ എരുമപ്പയ്യൂർ പറഞ്ഞതനുസരിച്ച് പൂജാമുറി ബാത്റൂം ആക്കേണ്ടി വന്നു. എങ്കിലാ എരുമപ്പയ്യൂരിനോട് ചെന്ന് പറ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരാൻ. വർഷങ്ങൾ എടുത്ത് സിവിൽ പഠിച്ച് എക്സ്പീരിയൻസ് നേടിയ ഒരു ആർക്കിടെക്ടിന്റെ പ്ലാൻ വാസ്തുന്നും കൂസ്തുന്നും പറഞ്ഞ് മാറ്റിക്കളയുക. നോൺസെൻസ്. സാർ, ഈ 4-ാം തീയതി എനിക്ക് കുവൈറ്റിലേക്ക് പോകേണ്ടതാണ്. ഇയാളൊക്കെ ഉഗാണ്ടയിലോട്ട് പോകുന്നതാണ് നല്ലത്. എന്താ ഇതൊക്കെ? അത് വേസ്റ്റ് ഒക്കെ. ഇയാൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പ്രശ്നമേ ഇല്ല മിസ്റ്റർ. അക്കോർഡിംഗ് ടു KMBR പേജ് 65/3 യു ആർ സപ്പോസ് ടു റിമൂവ് ഓൾ ഡർബീസ് റെഫ്യൂസ് ആൻഡ് ഡർബീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ ഫ്രം ദ പ്ലോട്ട്. ഗിരിജ പോവാം. ഓ, ആകെ പ്രശ്നമായല്ലോ സാറേ. ATPO സാറാണെങ്കിൽ ആള് കടുകട്ടിയ. നിയമം വിട്ട് ഒരു കളിക്ക് നിൽക്കുന്ന ആളല്ല. അയാൾ 20,000 രൂപ തരാന്ന് പറഞ്ഞു. ആ കിഴങ്ങനെ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ മനുഷ്യ ഇത്രയും നേരം വായിട്ടലക്കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ആ വണ്ടി എടു. ഇന്നലെ രാവിലെ ചെറുക്കൻ സ്കൂളിൽ പോയി ഇറങ്ങിയപ്പോ പെട്ടെന്നൊരു മഴ. രമണി വന്ന് എന്നോടൊരു ചോദ്യം. എടോ മനുഷ്യ, കുടയില്ലാതെ ചെറുക്കൻ എങ്ങനെ സ്കൂളിൽ പോകുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു, എടി നമ്മളൊക്കെ പാവങ്ങളാ, കുടയില്ലെങ്കിൽ ഒരു വാഴയില വെട്ടി ചൂടിക്കൊണ്ട് പോണമെന്ന്. അതിനവളെന്നെ പറയാത്ത തെറിയില്ല. രാത്രി ചെന്നപ്പോ അതിലും വലിയ പുകില്. ഇലക്ട്രിസിറ്റിക്കാർ ഫ്യൂസ് ഉരിക്കൊണ്ട് പോയി. അവരെ എങ്ങനെ കുറ്റം പറയും? ബോർഡ് ആകെ നഷ്ടത്തിലാ. അതിന്റെ കൂടെ നമ്മൾ കറണ്ട് ബില്ലും കൂടെ അടയ്ക്കാതിരുന്നാൽ ഇത്തിരി പോരം വരുന്ന മെഴുകുതിരി വെളിച്ചത്തിൽ എങ്ങനെ പഠിക്കുമെന്ന് ചെറുക്കൻ. ഞാൻ പറഞ്ഞു, മോനെ മക്കളെ, എബ്രഹാം ലിങ്കൺ തെരുവ് വിളക്കിന്റെ ചോട്ടിലിരുന്നാ പഠിച്ചത്. അങ്ങേരെ അമേരിക്കൻ പ്രസിഡന്റായി.
അപ്പൊ അവൻ പറയുവാ അവനെ അമേരിക്കൻ പ്രസിഡന്റ് ആക്കാമെന്ന് ഞാൻ ഉറപ്പ് കൊടുക്കാമെങ്കിൽ അവനും തെരുവ് വിളക്കിന്റെ ചോട്ടിൽ ചെന്ന് ഇരിക്കാമെന്ന്.